അമേരിക്കൻ സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിന്റെ രണ്ടാം ആഴ്ചയിൽ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്ന ആരോഗ്യ സംഘടനയിലെ ഏകദേശം 1300 ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ നൂറുകണക്കിന് ജീവനക്കാർക്ക് നൽകിയ പിരിച്ചുവിടൽ അറിയിപ്പുകൾ റദ്ദാക്കിയിട്ടുമുണ്ട്. US സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിനെ തുടർന്നുണ്ടായ പിരിച്ചുവിടലുകളുടെ ഭാഗമായി ട്രംപ് ഭരണകൂടം CDCയിലെ മുഴുവൻ ഓഫീസുകളിലെയും നൂറുകണക്കിന് ജീവനക്കാരെയും പിരിച്ചുവിടാൻ ഒരുങ്ങുന്നുവെന്ന് 4 വ്യത്യസ്ത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. CDC ജീവനക്കാർക്കിടയിൽ പ്രചരിച്ച ഒരു ലിസ്റ്റ് റോയിട്ടേഴ്സ് പരിശോധിച്ചതിൽ വാഷിംഗ്ടൺ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും ഉൾപ്പെടെ നിരവധി വിഭാഗങ്ങളെ പിരിച്ചുവിടാൻ ലക്ഷ്യമിട്ടതായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. CDCയിലെ 2 ജീവനക്കാരും മറ്റ് ആരോഗ്യ ഏജൻസികളിലെ 2 ജീവനക്കാരും ഈ ലിസ്റ്റ് ശരിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരണം ആവശ്യപ്പെട്ട് വൈറ്റ് ഹൗസിനും CDCക്കും അയച്ച അഭ്യർത്ഥനകൾക്ക് മറുപടി ലഭിച്ചില്ല എന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വെള്ളിയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പിരിച്ചുവിടലുകൾക്ക് കാരണം ഡെമോക്രാറ്റുകളാണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. US സർക്കാർ മുഴുവൻ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിൽ തുടർന്നുണ്ടായ ഭീഷണികൾ അദ്ദേഹം നടപ്പിലാക്കുകയായിരുന്നു. പിരിച്ചുവിടലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാവുന്ന ഒരാൾ പറയുന്നതനുസരിച്ച് ഏകദേശം 400 CDC ജീവനക്കാർക്ക് അവരുടെ മുഴുവൻ വിഭാഗങ്ങളെയും പിരിച്ചുവിടുന്നതായി സൂചിപ്പിക്കുന്ന അറിയിപ്പുകൾ ലഭിച്ചിരുന്നു. ഇത് മൊത്തം ഏകദേശം 1300 ജോലികൾ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. എന്നാൽ ഇതിനുശേഷം 700ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്ന വിഭാഗങ്ങളിലെ 90 ജീവനക്കാർക്ക് അവരുടെ പിരിച്ചുവിടൽ അറിയിപ്പുകൾ ശനിയാഴ്ച വൈകുന്നേരത്തോടെ റദ്ദാക്കിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുവായി സംസാരിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ വിവരം നൽകിയതെന്നാണ് റോയിട്ടേഴ്സ് വ്യക്തമാക്കുന്നത്. അറ്റ്ലാന്റ ആസ്ഥാനമായുള്ള CDC ഉൾപ്പെടുന്ന ആരോഗ്യ മാനവ സേവന വകുപ്പ് വക്താവ് പറയുന്നതനുസരിച്ച് ഈ പിരിച്ചുവിടലുകൾ അനാവശ്യവും ആവർത്തന സ്വഭാവമുള്ള സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുള്ളതുമാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ മേക്ക് അമേരിക്ക ഹെൽത്തി അഗെയിൻ എന്ന ലക്ഷ്യത്തിന് വിരുദ്ധമായ സ്ഥാപനങ്ങളെയാണ് ഞങ്ങൾ ഒഴിവാക്കുന്നത് എന്ന് HHS കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ആൻഡ്രൂ നിക്സൺ പ്രസ്താവനയിൽ പറഞ്ഞു. തുടക്കത്തിൽ പിരിച്ചുവിട്ട CDC ജീവനക്കാരിൽ പൊതുജനാരോഗ്യ കണ്ടെത്തലുകൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി വീക്ക്ലി റിപ്പോർട്ട് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ചുമതലയുള്ളവരും ഉൾപ്പെടുന്നുണ്ട്. ഈ വിഭാഗത്തിലെ ജീവനക്കാർക്കും നാഷണൽ സെന്റർ ഫോർ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് റെസ്പിറേറ്ററി CDCയിലെ ജീവനക്കാർക്കും രോഗവ്യാപനത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പുതിയ തലമുറയിലെ എപ്പിഡെമിയോളജിസ്റ്റുകൾക്കും അവരുടെ പിരിച്ചുവിടൽ അറിയിപ്പുകൾ റദ്ദാക്കിയതായി മുകളിൽ സൂചിപ്പിച്ച വ്യക്തി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ജോലി സ്ഥലത്തെ സുരക്ഷ, മാനവശേഷി, CDC ലൈബ്രറി, വാഷിംഗ്ടൺ ഓഫീസ് എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് അവരുടെ പിരിച്ചുവിടൽ അറിയിപ്പുകൾ റദ്ദാക്കിയതായി സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ശനിയാഴ്ചത്തെ ഈ പിരിച്ചുവിടൽ അറിയിപ്പുകൾ റദ്ദാക്കൽ CDCയിൽ ആദ്യമായി സംഭവിക്കുന്നതല്ല. ഈ വർഷം ആദ്യം HHS സെക്രട്ടറി റോബർട്ട് F കെന്നഡി ജൂനിയർ 2400 ജീവനക്കാരെ പിരിച്ചുവിട്ടെങ്കിലും മാസങ്ങൾക്ക് ശേഷം അവരിൽ 942 പേരെ തിരിച്ച് ജോലിക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം CDCയെ നിരന്തരം വിമർശിക്കുകയും ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാർ ഏജൻസി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. വാക്സിൻ സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പേരുകേട്ട കെന്നഡി CDCയുടെ സ്വതന്ത്ര വാക്സിൻ ഉപദേശക സമിതിയെ ദുർബലപ്പെടുത്തുകയും അതിന്റെ ഡയറക്ടറെ അവരുടെ സ്ഥാനാരോഹണത്തിന് 1 മാസത്തിനുള്ളിൽ പുറത്താക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ വാക്സിൻ നയങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. പൊതുജനാരോഗ്യ വിദഗ്ധർ പറയുന്നത് ഒരു പൊതുവ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രതിരോധ കുത്തിവയ്പ് നിരക്കുകൾ കുറയ്ക്കുന്നതിനും മീസിൽസ് പോലുള്ള തടയാൻ കഴിയുന്ന രോഗങ്ങൾക്ക് കൂടുതൽ യുവജനങ്ങളെ വിധേയമാക്കുന്നതിനും കാരണമായിട്ടുണ്ട് എന്നാണ്.